താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ തട്ടാൻപടി വാര്യാട്ട് ക്ഷേത്രത്തിന് മുൻപുള്ള കൊടുമ്പളവിൽ നിത്യേന അപകടങ്ങൾ വർദ്ധിക്കുന്നതായി നാട്ടുകാർ. കാഞ്ഞൂർ പാറപ്പുറം വല്ലങ്കടവ് ശ്രീമൂലനഗരം റോഡ് BMC നിലവാരത്തിൽ നവീകരിച്ച ശേഷം ഈ റോഡിലെ നിരവധി ജംഗ്ഷനുകളിൽ നിത്യേന അപകടങ്ങൾ സംഭവിക്കുന്നതായി ഇവിടുത്തുകാർ പരാതിപ്പെട്ടു. ഈ കാണുന്ന മതിൽക്കെട്ടിൻ്റെ വീതി ഉണ്ടോ, ആ വീതിയിലാണ് ഇവിടുന്ന് റോഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ റോഡ് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ചെയ്ത് വളവിലെ അപകടം ഒഴിവാക്കണമെന്നാണ്. ഞാനൊരു സമീപവാസി കൂടിയാണ്, തൊട്ട് അയൽവക്കത്തുള്ള ആളാണ്. എല്ലാ ദിവസവും ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ രാത്രി ഓടിക്കൂടേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു എത്രയും പെട്ടെന്ന് ഒരു നടപടി അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മാറി മാറി വരുന്ന സർക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും അത് PWD ആണ് അതിൻ്റെ അന്വേഷിക്കുന്നത്, ഞങ്ങളല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു എത്രയും പെട്ടെന്നുള്ള ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഈ പുറമ്പോക്ക് ഭൂമികൾ പിടിച്ചെടുത്ത് ഒരു റോഡിന് നല്ലൊരു വീതി ഉണ്ടാക്കി അപകടം ഒഴിവാക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി കാഞ്ഞൂർ പാറപ്പുറം വല്ലംകടവ് ശ്രീമൂലനഗരം റോഡ് BMC നിലവാരത്തിൽ നവീകരിച്ച ശേഷം ഈ റോഡിലെ നിരവധി ജംഗ്ഷനുകളിൽ നിത്യേന അപകടങ്ങൾ സംഭവിക്കുന്നതായി നാട്ടുകാർ. പാറപ്പുറം, തട്ടാൻപടി, മനക്കപ്പടി, അകവൂർ ഹൈസ്കൂൾ, ഷാപ്പുംകവല, ശ്രീമൂലനഗരം ജംഗ്ഷൻ എന്നിവിടങ്ങളിലായാണ് പ്രധാനമായും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ശ്രീമൂലനഗരം ജംഗ്ഷനിൽ പുതിയടം ഭാഗത്തുനിന്ന് ആലുവയിലേക്കും കാലടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും ഒരേ വേഗത്തിൽ കടന്നുപോകുന്നതിനാൽ ഗതാഗത നിയന്ത്രണം പ്രായോഗികമായി ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നു. പുതിയടം ശ്രീമൂലൻ റോഡ്, വല്ലങ്കടവ് ശ്രീമൂലൻ റോഡാണത്. ഏകദേശം 2-3 കിലോമീറ്റർ സ്ട്രേറ്റ് ആയിട്ട് വന്ന റോഡ് ഇവിടെ വന്ന് പെട്ടെന്നൊരു വളവാണ് ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്. അതിവിടെ വണ്ടികൾ വന്ന് നേരെ വന്ന് ഓവർ സ്പീഡാണെങ്കിൽ അടുത്ത വീടുകളിലേക്ക് വന്ന് കയറണം. രാത്രി ഇവിടെ എല്ലാവർക്കും ഭയമായിട്ട് കിടക്കാനും എന്നും വന്ന ആക്സിഡൻ്റ് ആണ് ഒരു 11 മണി കഴിയുമ്പോൾ. അത് അധികവും ഭൂരിഭാഗം ചെറുപ്പക്കാർ പിള്ളേരാണ്. ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ രാത്രി ഉറക്കമില്ല. ആക്സിഡൻ്റ് ഒന്നും അതിൻ്റെ പിന്നാലെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. ഞാനൊരു 10ഓളം ആക്സിഡൻറ്റ് പിന്നാലെ നിന്നു. അന്ന് രാത്രി നമ്മൾ ഉറങ്ങില്ല. കാരണം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, മരിച്ചോ എന്ന് നമുക്കൊരു ഇടയില്ല. അതിന് 2 ദിവസം കഴിയുമ്പോൾ വരണേ നല്ല ശതമാനം പേരും മദ്യപിച്ചേക്കാണ്. അത് വേറെ ഘടകമാണ് മദ്യപാനം. അപ്പോൾ ഈ വളവിൽ എന്തെങ്കിലും ഒരു റവന്യൂ വകുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി PWD ഒരു വഴി വീതി കൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കും. എൻ്റെ പേര് മുകേഷ്, തട്ടാമ്പടി 10ാം വാർഡിലെ ആളാണ്. പുതിയോടം ആലുവ റോഡിലെ ഈ വളവ്, തട്ടാമ്പടിയുടെ ഈ വളവ് വളരെ അപകടകരമായൊരു വളവാണ്. നാളുകളായി ഇവിടെ അപകടങ്ങൾ നടക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു കാറ് ആ വീട്ടിലേക്ക് കയറി പോവുകയുണ്ടായി. ഭാഗ്യവശാൽ ആ വീട്ടിൽ ആളുകൾക്ക് അപായം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ അപകടാവസ്ഥ മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമായ ഇടപെടൽ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. ഞാൻ അവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പുതിയടം ശ്രീമൂലനഗരം റോഡിൻ്റെ ഈ മില്ലിനോട് ചേർന്നുള്ള ഈ വളവ്. എന്നും ആക്സിഡൻറ്റിൻ്റെ ഒരു കൂത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. എന്നും ഓരോ വണ്ടി ഈ വീടിൻ്റെ മതിലിലേക്ക് അല്ലെങ്കിൽ വേറൊരു വീടിൻ്റെ മതിലിലേക്ക് എന്നുള്ള രീതിയിൽ ചെന്ന് ഇടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് ദിവസം നമുക്കറിയാവുന്നതാണ്, 2 കാറുകൾ ഒരുമിച്ച് മത്സരോട്ടം നടത്തി ആ വീടിൻ്റെ മതിലിടിച്ച് അവരുടെ വീടിൻ്റെ ഷെഡിലേക്ക് വരെ വന്ന് ഇടിച്ച് കയറി നിൽക്കുന്നൊരവസ്ഥയുണ്ട്. പിന്നാലെ വന്ന കാറും അതേപോലെ തന്നെ വന്ന് ആ വണ്ടിയുടെ പിന്നാലെ വന്ന് ഇടിച്ച് ആക്സിഡൻ്റായിട്ട് നിന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആ വീട്ടിലുള്ള ആർക്കും ഒരു അപകടം പറ്റാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മുടെ ഈ നാട്ടിലുണ്ടാകുന്ന ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. വല്ലംകടവ് പാലം നിർമ്മിച്ചതിനു ശേഷം 100 കണക്കിന് വാഹനങ്ങളാണ് പെരുമ്പാവൂരിലേക്കും ആലുവ ദേശം ഭാഗത്തേക്കും ഈ റോഡ് വഴി സഞ്ചരിക്കുന്നത്. പ്രായമായവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാനൂർ തട്ടാൻപടിക്കും വാര്യാട്ട് അമ്പലത്തിന് മുൻപുള്ള കൊടുംവളവിൽ അമിത വേഗത്തിൽ എത്തിയ കാർ ഒരു വീടിന്റെ മുൻവശത്തെ മതിൽ തകർത്തിരുന്നു. എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അതിശക്തമായ സ്പീഡിൽ വരെയും ഇവിടെ അടുത്ത് വന്നപ്പോൾ വളവ് കാണുകയൊക്കെ ചെയ്ത് അതിശക്തമായിട്ട് തന്നെ ഇടിച്ച് വീട്ടിലേക്ക് കയറി മതിലും പൊളിച്ച് തെങ്ങ് പല സാധനങ്ങളും വീടിൻ്റെ പല ഭാഗത്തും
ഒരുപാട് നാശനഷ്ടങ്ങളുകയും പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സൗണ്ടും ഭയാനകമായ തന്നെ ഈ പരിസരവാസികളൊക്കെ പേടിച്ചു പോകുന്ന രീതിയിലുള്ള പ്രശ്നം ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു. വണ്ടി ഇടിച്ച് കയറി ആകെ ഞങ്ങൾക്ക് ആളുകൾക്കൊക്കെ മൊത്തത്തിൽ ബുദ്ധിമുട്ടും ഞങ്ങളെ വീടിനും സാധനങ്ങൾക്ക് ഒരുപാട് നഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തു. ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ മതിലിടിച്ച് കോഴിവണ്ടി ഒരിക്കൽ അകത്ത് കയറിയും വേറെ ഇപ്പം 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ 2 വണ്ടി അടുത്ത പറമ്പിലേക്ക് ഇതുപോലെ വളവ് തിരിഞ്ഞ് വരുമ്പോൾ കയറുകയൊക്കെ ചെയ്തു. അല്ലാണ്ട് തന്നെ മോട്ടോർ സൈക്കിളും വണ്ടിക്കാരും മിക്ക ദിവസങ്ങളിലും ഇവിടെ വീണ്ടും വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് ആരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ആരും ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പേര് ബൈജു, CPMൻ്റെ തട്ടാമ്പടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ റോഡ് നമ്മുടെ വല്ലങ്കടവ് വല്ലങ്കടവ് റോഡാണ്. അതിൽ ഈ തട്ടാമ്പടി വളവ് ഈ പ്രദേശത്ത് നിരന്തരമായി അപകടങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്ര അധികം അപകടങ്ങൾ ഇപ്പോൾ ഈ റോഡ് BMBC നിലവാരത്തിൽ ടാറിങ് നടത്തിയതിന് ശേഷമാണ് വലിയ അപകടങ്ങളിലേക്ക് വരുന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ രാമകൃഷ്ണൻ ചേട്ടൻ തന്നെ ഇവിടെ നിരന്തരമായ അപകടം ഉള്ളതുകൊണ്ടാണ് ഈ കരിങ്കല്ല് വീടിന് ഫ്രണ്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. വീടിനകത്തേക്ക് ഇതിനു മുമ്പും വാഹനങ്ങൾ ഇടിച്ചു കയറി പോയിട്ടുണ്ട്. ഒരു നിസാൻ ഇതുപോലെ മതിൽ തകർത്ത് കയറിയതിന് ശേഷമാണ് രാമകൃഷ്ണൻ ചേട്ടൻ ഇത്തരത്തിൽ വീട്ടിൽ നിൽക്കുന്നതിന് വേണ്ടി തന്നെ ഇത്തരത്തിൽ കരിങ്കല്ല് കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ളതാണ്. 5 ചെറുപ്പക്കാരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്, കാറിൽ. ആ കരിങ്കല്ലും മതിലും അവിടെ നിന്ന് തെങ്ങും തകർത്തുകൊണ്ടാണ് കാറ് വീട്ടിലേക്ക് കയറിയത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അപകടങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി സിഗ്നൽ ഈ BMBC നിലവാരത്തിൽ ടാറിങ് നടത്തിയതിന് ശേഷം സിഗ്നൽ അവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഈ സിഗ്നൽ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ വളവ് അതിഭയാനകമായ വളവായതുകൊണ്ട് തന്നെ ഈ സിഗ്നലിന് മുമ്പായിട്ട് കുറച്ച് റോട്ടിൽ തന്നെ ആ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സംവിധാനം, ഗ്രിപ്പർ പോലെയുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വേഗത കുറയ്ക്കാൻ കഴിയും. അത്തരത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. മാത്രമല്ല ഇവിടുത്തെ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി പുറമ്പോക്ക് ഭൂമിയുണ്ട്. ആ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തിക്കൊണ്ട് റോഡ് വീതി കൂട്ടി ഈ അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയും. വളവ് നിവർത്തി അപകടങ്ങൾ കുറയ്ക്കാൻ അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തണമെന്നാണ് പറയാനുള്ളത്. ശ്രീമൂലനഗരം രാജഗിരിപ്പള്ളി ചൊവ്വര കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം റോഡ് താഴേക്ക് ഇടിഞ്ഞിരിക്കുകയാണ്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ പാളിപ്പോയി അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണ്. അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ശ്രീമൂലനഗരത്ത് റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ ഡിഫ്ര ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മിറ്റി ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമുക്കറിയാം വല്ലങ്കടവ് റോഡ് BMC നിലവാരത്തിൽ പണിതതിന് ശേഷം വല്ലത്ത് നിന്നും അതല്ലെങ്കിൽ പുതിയടം ജംഗ്ഷനിൽ നിന്നും ഏത് 2 വീലറിലാണെങ്കിലും 4 വീലറിലാണെങ്കിലും കാല് കൊടുത്താൽ നല്ല സുഖകരമായിട്ട് കത്തിച്ച് പോരുന്ന അവസ്ഥയാണ്. ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹരമായിട്ടുള്ളത് റൈസിംഗ് ആണ്. ആ റൈസിങ്ങിലൂടെ വരുന്ന അപകടങ്ങളാണ് ഇവിടെയുള്ള ആളുകൾ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അധികാരികളെ പലവട്ടം സമീപിച്ചെങ്കിലും നിസ്സംഗഭാവമാണ് അവരെല്ലാം പുലർത്തുന്നത്. ഇന്ന് രാവിലെ കൂടി നമ്മൾ ആലുവ AICയെ നമ്മൾ വിളിക്കുകയും അദ്ദേഹവുമായി ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയാണ്, അതുകൊണ്ട് അവരുടെ NOC ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു നിരുത്തരവാദപരമായ ഒരു മറുപടിയാണ് അദ്ദേഹം നമുക്ക് തന്നത്. ഡിഫ്ര ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പേരിലാണ് അദ്ദേഹത്തെ വിളിച്ചത്. നമുക്കറിയാം ഈ റോഡിൽ വേണ്ടത്ര സൈൻ ബോർഡുകൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉള്ള സൈൻ ബോർഡുകളാണെങ്കിൽ ഒരു ചെറുതായിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ അപകടം നടന്നതിന് തൊട്ട് മുൻപിലായിട്ട് സ്റ്റഡ് വെച്ചിട്ടുള്ള സ്പീഡ് ബ്രേക്കർ അത്യന്താപേക്ഷിതമാണ്. ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വരുന്ന വണ്ടികൾ സ്പീഡ് കുറച്ചുകൊണ്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. അതുകൂടാതെ ഇത് രാജഭരണകാലത്തുള്ള റോഡായതുകൊണ്ട് ഏകദേശം 16 മീറ്ററോളം വീതിയുള്ള റോഡ് ഇപ്പോൾ വെറും 12 മീറ്ററാക്കി ചുരുക്കി നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറംപോക്കുകൾ ഇരു സൈഡിലും ഇഷ്ടം പോലെ പുറംപോക്കുകളുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്നതിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയ പാലമുണ്ട്. ആ പാലത്തിന് വീതി കൂട്ടുവാനുള്ള പുറംപോക്ക് ആ ഭാഗത്തുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും ആ പുറംപോക്കെല്ലാം കണ്ടെത്തിക്കൊണ്ട് ആ പാലം വീതി കൂട്ടി ഈ റോഡിപ്പോൾ
ടേണിംഗ് ആയിട്ട് നിൽക്കുന്ന ആ റോഡ് സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അപകടം കുറയും. കൂടാതെ എല്ലാ ജംഗ്ഷനുകളിലും സ്പീഡ് ബ്രേക്കർമാർ നിർബന്ധമായും വയ്ക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് അധികാരികളോ അല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിലുള്ള അധികാരികളോ ഇതിനോട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്. റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ ഡിഫ്ര ശ്രീമൂലനഗരം സെക്രട്ടറി VS സതീശൻ, ട്രഷറർ നൌഷാദ് ശ്രീമൂലനഗരം, ജോയിന്റ് സെക്രട്ടറി ഫാരിസ് മെഹർ, പ്രദേശവാസികളായ CPIM തട്ടാൻപടി ബ്രാഞ്ച് സെക്രട്ടറി MA ബൈജു, KN ശ്രീകുമാർ, പോളി പെരുമായൻ, മുകേഷ് KD, രാമകൃഷ്ണൻ വെള്ളായിക്കുടം എന്നിവർ സംസാരിച്ചു.